തൃശൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കടന്നുകളഞ്ഞ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായി 4ാം ദിനവും തിരച്ചിൽ. തമിഴ്നാട് കേന്ദ്രീകരിച്ചും തൃശൂർ നഗരപ്രദേശത്തും തിരച്ചിൽ തുടരുകയാണ്. തിങ്കളാഴ്ച രാത്രിയാണ് തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നതിനിടെ ബാലമുരുകൻ ചാടിപ്പോയത്. സൂരജ് സജ്ജുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന്. സൂരജ്, ബാലമുരുകൻ എവിടെയാണെന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, പോലീസിന് ലഭിച്ച ചില CCTV ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ബാലമുരുകൻ തൃശൂർ വിട്ടു എന്ന സൂചനയാണ് പോലീസിനുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കടക്കം പോലീസ് കടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബാലമുരുകനുമായി ബന്ധമുള്ളവരുടെ അടുത്തേക്ക് ബാലമുരുകൻ എത്തുന്നതിനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാലമുരുകനുമായി ബന്ധമുള്ള ആളുകളെ പോലീസ് നിരീക്ഷിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ അത്തരം മേഖലകളിലാണ് പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിലെ നഗരപ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അത് അന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ബാലമുരുകൻ രക്ഷപ്പെട്ടത് ഈ നഗരത്തോട് ചേർന്ന മേഖലയിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തുടരുകയും പിന്നീട് ഒരു സൈക്കിളും ബൈക്കും അടക്കം മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ തുടരുന്നതിനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. സമാന്തരമായി തന്നെ തൃശ്ശൂരിലും അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ബാലമുരുകൻ കാണാമറയത്ത് തന്നെയാണ്. ഇത് 2ാം തവണയാണ് ബാലമുരുകൻ ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഈ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. എന്തായാലും തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. കേരള പോലീസ് അതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. ഉന്മേഷ്, സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.